എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. ഒക്ടോബർ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 1600 രൂപ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിൽ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കോർപ്പറേഷൻ തലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരുപക്ഷെ വാർഡ് മെമ്പർ, വാർഡ് കൗൺസിലർ ഒക്കെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന ആവശ്യം ചിലരോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അത് നിർബന്ധമായിട്ടും തന്നെ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇക്കാര്യം പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരോടും ഇത് സമർപ്പിക്കുവാൻ നിലവിൽ പറഞ്ഞിട്ടില്ല. ചുരുക്കം ചിലരോട് മാത്രമാണ് ഒരു വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ചേർക്കുന്നതിന്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പലർക്കും പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ ഒരു രേഖകൾ നിലവിൽ സമർപ്പിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാവരും ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഇപ്പോൾ ഒരുപക്ഷെ അപേക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല. ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം ചെയ്താൽ മതി. എല്ലാവരോടും മസ്റ്ററിംഗ് മാത്രമായിരുന്നു പൂർത്തീകരിക്കുവാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അതിൻ്റെ തീയതികളൊക്കെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്തവർക്കെല്ലാം തന്നെ ഇനി മുതൽ പെൻഷൻ തുടർന്നങ്ങോട്ട് എല്ലാ മാസങ്ങളിലും ലഭിക്കുന്നതാണ്. മസ്റ്ററിങ്ങിൻ്റെ സമയപരിധി അവസാനിച്ച സമയത്തും ഇനി ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ഒരുപക്ഷെ മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കാതെ പോയവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇളവുകളോടുകൂടി ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരം സർക്കാർ ഇപ്പോൾ ഒരുക്കി നൽകുന്നുണ്ട്. മസ്റ്ററിങ്ങിൻ്റെ സൈറ്റ് നമുക്കറിയാം എല്ലാ മാസങ്ങളുടെയും 20-ാം തീയതി വരെ ഓപ്പൺ ആയിരിക്കും. 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ മാസവും 20-ാം തീയതി ഇത് ക്ലോസ് ആവുകയും ചെയ്യുന്നതാണ്. അതിനു മുൻപ് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള പെൻഷൻ തുകയുടെ വിതരണം 24-നും 30-നും ഇടയിലുള്ള തീയതികളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 25-ന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.